ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഷോപ്പിംഗ് നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നേ. എനിക്ക് ഭയങ്കര ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത് എൻ്റെ സിസ്റ്റർ നെക്സ്റ്റ് വീക്ക് ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു കുട്ടി പർച്ചേസിങ് കൂടി. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നും വാങ്ങാതെ വരുന്നത് മോശമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പോയത് മൈജിയിലായിരുന്നു കേട്ടോ. മൈജിയിൽ പോയി നമ്മൾ ലാപ്ടോപ്പ് നോക്കാണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കി അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നോക്കി നമ്മളെടുത്തില്ലേ പോകുന്നു. നേരെ നമ്മൾ വിട്ടു നെസ്റ്റോയിലോട്ട്. നെസ്റ്റോയിൽ മെയിനായിട്ട് പോകാൻ നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനം വാങ്ങാണ്ടായിരുന്നു. നെസ്റ്റോയിൽ കയറിയതോട് കൂടിയിട്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ വെറുതെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങി, മെയിനായിട്ട് കുറച്ച് വാങ്ങിയുള്ളൂ. അവൾക്കാണ് മെയിൻ ഫോക്കസ് കൊടുത്തത്. അവൾക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാനായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ തന്നെ നേരെ യൂഎസ്ടിയിൽ പോയി. യൂഎസ്ടിയിൽ വലിയ കളക്ഷൻസ് ഒന്നും ഫീൽ ചെയ്തില്ല, ജസ്റ്റ് ഓക്കെ. അപ്പം നമ്മൾ അധികം അവിടെ നിന്നില്ല, ഇറങ്ങി. അതോടുകൂടി നമുക്ക് നല്ലോണം വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ടയേർഡായി. അപ്പം നേരെ നമ്മൾ സാധാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. ചോറും മീൻകറിയും ഉപ്പേരിയും മീൻ വറുത്തത്, ഓംലെറ്റ്, ബീഫ് റോസ്റ്റ്, പപ്പടം, അടിപൊളി, രക്ഷയില്ല. ഒരുപാട് ഇഷ്ടമായി. നല്ലോണം കഴിച്ച് വയറൊക്കെ ഫുൾ നിറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ്സൊന്നും കിട്ടാത്ത കാരണം നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കണ്ട മോഡൽസ് ഉണ്ടെങ്കിലും നമുക്ക് ഓക്കെ, നമുക്ക് കിട്ടി. അവിടെ നിന്ന് കുറച്ചൊക്കെ കിട്ടി. പിന്നെ വൈനുവിന് ഫ്രീ ആയിട്ട് അവിടെ നമ്മൾ ഇറക്കി വിട്ടു. അവന് അവിടെ ഹാപ്പി ആയിരുന്നു. അവിടെ ഓടി കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് ഞാനും നോക്കി. ഞാൻ എടുത്തില്ല, ജസ്റ്റ് നോക്കിയുള്ളൂ, എടുത്തില്ല. അവൾ കുറേ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടോ. പക്ഷേ അവളാണ് മെയിനായിട്ട് എടുത്തത്, ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഷൂസിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും കാണുന്ന ആ ഒരു ടൈപ്പ് തന്നെ ഫീൽ ചെയ്തു. പക്ഷേ ആവശ്യമില്ലാത്ത കാരണം ഞാനത് എടുത്തില്ല. എടുക്കണം എന്ന് ഞാൻ മനസ്സ് പറഞ്ഞെങ്കിൽ ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞ് സെൽഫ് കൺട്രോൾ ചെയ്തിട്ട് ഞാൻ മൊത്തം പിന്നെ കിഡ്സിൻ്റെ ഒക്കെ ഏരിയയിൽ പോയി നോക്കി. അപ്പോൾ അവിടെ നിന്നും എനിക്ക് അവനെ ബോയ്സിന് പറ്റിയ കിട്ടിയില്ല. ഒന്ന് നോക്കുമ്പോൾ ഏട്ടൻ ഭയങ്കര ബോറടിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ കുറച്ച് നേരം കമ്പനിയും കൊടുത്ത് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വന്നത്. ഞങ്ങൾക്ക് പോകാതിരിക്കുന്ന ദിവസമില്ല, അപ്പോൾ നമുക്ക് ഉള്ള ദിവസം കൊണ്ട് തന്നെ എല്ലാം പർച്ചേസ് ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഒന്നിരിക്കണമല്ലോ, നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണമല്ലോ. ഒന്നും എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് സാധനം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇനി പർച്ചേസിങ് വരുമ്പോൾ നമുക്ക് എടുക്കാമെന്നുള്ളതില്ല. അപ്പോൾ ഞാൻ ഏട്ടനും കാണിച്ചു കൊടുത്തിട്ടോ, ഞാൻ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ. നെക്സ്റ്റ് ടൈം ഇത് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി, ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പോൾ തന്നെ നമ്മൾ നല്ലോണം ടയർഡായി ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തൊന്ന് കിടന്നാൽ മതി എന്നുള്ള ഫീലിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. നേരെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.